Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിന്റെ എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ ബാട്രോക്കിന്റെ ലീഡർഷിപ്പിലുള്ള LAF എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഓഫീസർ വസന്തിനെ തട്ടിക്കൊണ്ടുപോവാണ്. US എയർഫോഴ്സിന്റെയും അതിലൊരു ഓഫീസറായിട്ടുള്ള ടോറസിന്റെയും ഹെൽപ്പോടുകൂടി സാം വിൽസൺ അല്ലെങ്കിൽ ഫാൽക്കൺ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. ടോറസ് സാമിന്റെ വലിയൊരു ഫാനാണ്. ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന പലയിടങ്ങളിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. താനോസിന്റെ സ്നാപ്പിന് ശേഷം 5 വർഷത്തേക്ക് ലോകത്തെ പകുതിയോളം പേർ മാഞ്ഞു പോയിരുന്നു. ആ സമയത്ത് ജീവിതമായിരുന്നു നല്ലതെന്നാണ് ഫ്ലാഗ് സ്മാഷേഴ്സ് പറയുന്നത്. പക്ഷേ ഹൾക്ക് ബ്ലിപ്പ് ചെയ്ത് മാഞ്ഞുപോയവരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പേർക്ക് വീടും സ്ഥലവും ഭക്ഷണവും മരുന്നും ഒന്നുമില്ലാതെ അവരെ നയിക്കുന്നവരാണ് ഫ്ലാഗ് സ്മാഷേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഇവർക്കുണ്ട്. ടോറസ് അവരുടെ പിന്നാലെയാണ്. സ്റ്റീവ് റോജേഴ്സ് സാമിന് കൊടുത്ത ഷീൽഡ് തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് കരുതുന്ന സാം അതൊരു മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്യുവാണ്. സാമിന്റെ തീരുമാനത്തിനോട് റോഡിക്ക് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കറുത്തോറക്കാനായിട്ടുള്ള സാമിനെ ക്യാപ്റ്റൻ അമേരിക്കയായി കാണുന്നതിനോട് US ഗവൺമെന്റിൽ തന്നെയുള്ള പലർക്കും എതിർപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ബ്ലാക്ക് ആയിട്ടുള്ള തന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യില്ലെന്നും സാമിന് തോന്നുന്നുണ്ടായിരിക്കും. സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ചെയ്തു വെച്ച ആ ഒരു ലെഗസി, ആ ഒരു ചരിത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം താൻ ആളല്ലെന്നും സാമിന് തോന്നുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് ബക്കി അവൻ വിന്റർ സോൾജർ ആയിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് കുറ്റബോധത്തിൽ കഴിയുവാണ്. ഗവൺമെന്റ് അവനോട് ക്ഷമിച്ചു. അവനിപ്പോ പഴയ വിന്റർ സോൾജർ അല്ല, അവൻ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഡോക്ടർ റെയ്നറിന്റെ നേതൃത്വത്തിൽ അവനിടയ്ക്ക് കൗൺസിലിംഗ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇല്ലീഗലായിട്ടൊന്നും ചെയ്യരുത്, ആരെയും ഉപദ്രവിക്കരുത്, ആരോടൊക്കെയാണോ സമാധാനം ഉണ്ടാക്കേണ്ടത് അവരോടൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പോയി പറയണം. ഇങ്ങനെ 3 റൂൾസ് ആണ് ഡോക്ടർ റെയ്നർ ബക്കിക്ക് കൊടുത്തിരിക്കുന്നത്. താൻ പണ്ട് തെറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് ബക്കി തന്നെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തരായിട്ട് പോയി കണ്ട് താനിപ്പോ പഴയ വിന്റർ സോൾജർ അല്ല, അന്ന് അറിയാതെ ചെയ്ത കാര്യങ്ങൾക്ക് സോറി, ഇങ്ങനെ ബക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിന്റർ സോൾജർ ആയിരുന്ന സമയത്ത് ചില മോശം വ്യക്തികളെ അധികാരത്തിൽ എത്തിക്കാനും ബക്കി അറിയാതെ സഹായിച്ചിട്ടുണ്ട്. സോ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും ബക്കി സമയം ചെലവഴിക്കുന്നുണ്ട്. ഫ്രീ ആയി കഴിഞ്ഞെങ്കിലും ഈ പുതിയ ലോകത്ത് എന്ത് ചെയ്യണമെന്ന് ബക്കിക്ക് ഒരു ഐഡിയയില്ല. ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ടീം ഒരു ബാങ്ക് കൊള്ളയടിക്കുവാണ്. ടോറസ് ഒളിക്യാമറയ്ക്ക് വെച്ച് അവരെ തടയാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷെ ഒരു ഫ്ലാഗ് സ്മാഷർ ടോറസിനെ അടിച്ചു താഴെയിട്ട് ബോധം കെടുത്തുവാണ്. ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ടോറസ് സാമിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു സംശയം തോന്നി. ഫ്ലാഗ് സ്മാഷേഴ്സിലെ കുറച്ച് പേർ അതിശക്തരാണ്, ഒരു സൂപ്പർ സോൾജറിനെ പോലെ. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഇവർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. സാം അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ അവന്റെ പെങ്ങളും 2 ചെറിയ മക്കളുണ്ട്. ഇവർ പാരമ്പര്യമായിട്ട് മീൻപിടുത്തം ബിസിനസ് ആക്കിയവരാണ്. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ബോട്ട് ആകെ നശിച്ചുപോയി. അത് വീണ്ടും ശരിയാക്കാനും ബിസിനസ് തുടങ്ങാനും ഇവർക്ക് പൈസ വേണം. ലോൺ എടുക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ബാങ്കിന്റെ റൂൾസ് മാറിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ കറുത്തവർഗക്കാരനായതിന്റെ ചെറിയൊരു അവഗണന കൊണ്ട് അവർക്ക് ലോൺ ശരിയാവുന്നില്ല. സാം ഒരു അവെഞ്ചർ ആയിട്ട് പോലും അത് നടക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നത്. US ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചതുപോലെ ഏതൊരു പുതിയ വെള്ളക്കാരന് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന പദവിയും ആ മഹത്തായ വൈബ്രേനിയം ഷീൽഡും എടുത്ത് കയ്യിൽ കൊടുക്കുവാണ്. സാം ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഇനി എന്താണ് സംഭവിക്കുക? അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ആവുന്ന വ്യക്തിയെയാണ്. ഇയാളുടെ പേരാണ് ജോൺ വാക്കർ. ഇന്ന് ജോൺ വാക്കറിന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അവൻ പഠിച്ച ഹൈസ്കൂളിലേക്ക് ക്യാപ്റ്റൻ അമേരിക്ക ആയി കഴിഞ്ഞ് ജോൺ വാക്കർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഒരുപാട് പേർ ഈ ഹൈസ്കൂളിൽ പഠിച്ചിട്ട് പോയ ഒരു പയ്യൻ ക്യാപ്റ്റൻ അമേരിക്കയായി മാറിയത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഓർത്ത് ജോൺ വാക്കറിന് അത്യാവശ്യം പേടിയുണ്ട്. കാരണം അവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ അവൻ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി അവൻ പഠിച്ച ഹൈസ്കൂളിലെ ലോക്കർ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ജോൺ വാക്കറിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ലോക്കർ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് അവന്റെ വൈഫായിട്ടുള്ള ഒലിവിയ വാക്കർ അങ്ങോട്ട് വരുന്നത്. ഇവർ രണ്ടുപേരും ഹൈസ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഇവരുടെ വിവാഹവും കഴിഞ്ഞു. എന്താ ജോൺ, പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുവാണല്ലേ? തീർച്ചയായും നിനക്ക് ഓർമ്മയുണ്ടാവും. പണ്ട് ഹൈസ്കൂളിലായിരുന്നപ്പോ ഓരോ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പോകുന്നതിന് മുന്നേ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട്. ഓർമ്മയില്ലേ? ഞാൻ വിചാരിക്കാറുള്ളത് ഞാൻ എല്ലാ ഗെയിംസിലും ജയിക്കാറുള്ളത് അതിന് തൊട്ടു മുന്നേ നിന്നെ കാണാറുള്ളതുകൊണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല ജോൺ, നീ എന്നും കഴിവുള്ളവൻ തന്നെയായിരുന്നു. ഇന്ന് എല്ലാവരെയും ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിനക്ക് പേടിയുണ്ടല്ലേ? പേടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു ഫീല്. ഞാൻ ഇതിനു മുന്നും US ആർമിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനു മുന്നേ ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടല്ലോ. ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അതെനിക്കറിയാം. ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും എന്നിൽ നിന്ന് വലിയ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻപത്തെ ക്യാപ്റ്റൻ അമേരിക്കയായി അവരെന്നെ കമ്പയർ ചെയ്യും. അവരുടെയൊക്കെ പ്രതീക്ഷ തെറ്റിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ജോൺ, നീയായിട്ട് തന്നെ ഇരുന്നാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപക്ഷെ നീയായിരിക്കും ഏറ്റവും മികച്ച ക്യാപ്റ്റൻ അമേരിക്ക. താങ്ക് യു സോ മച്ച് ഡിയർ. എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് തരുന്ന നീയാ. അങ്ങനെ ഭാര്യ ജോണിനോട് ഐ ലവ് യു പറഞ്ഞ് തൽക്കാലം പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് ജോണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലെമാർ അങ്ങോട്ട് വരുന്നത്. ലെമാറും US ആർമി തന്നെയാണുള്ളത്. ഈ
സമയത്ത് ജോൺ വാക്കർ ആണെങ്കിൽ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താളിയാ കഴിഞ്ഞില്ല നിന്റെ പ്രാക്ടീസ്? ഇതെന്താ വല്ല നാടകമാണോ? സത്യം പറഞ്ഞാ ഞാൻ വൈഫിനോട് പറഞ്ഞില്ലെന്നുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട്. എടാ അതൊക്കെ സ്വാഭാവികമാ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നായിരുന്നല്ലേ. എനിക്കും അതെ. ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ US ആർമിയിൽ ഏതൊക്കെ മിഷൻസ് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം മാറി മറിഞ്ഞു. നീ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ, ഞാൻ നിന്റെ വലം കൈയും. ലൈഫിൽ എന്തെപ്പം നടക്കുമെന്ന് പറയാനേ പറ്റില്ല. അളിയ സത്യം പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതെന്നും ആഗ്രഹിച്ചതാണ്. ഇതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരുപാട് മീറ്റിംഗ്സും ഒരുപാട് ചർച്ചകളും ആളുകളെ കാണലും ഹാൻഡ് ഷേക്സും ഒരുപാട് പ്രസംഗങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കുള്ള വർക്കിലേക്ക് എപ്പോഴാണ് കടക്കാന്ന് തന്നെ അറിയില്ല. അങ്ങനെയല്ല അളിയ, ഇതൊക്കെ നിന്റെ ജോലിയുടെ ഭാഗമാണ്. ഈ പറഞ്ഞ മീറ്റിംഗും പ്രസംഗവും ഒക്കെ. അമേരിക്കയ്ക്ക് നീ ഒരു പുതിയ പ്രതീക്ഷ, ലോകത്തെ രക്ഷിക്കാൻ ഒരു പ്ലാൻ കയ്യിലുള്ള ക്യാപ്റ്റൻ അമേരിക്കയാണ് നീ. ആളുകളുടെ ഒരുപാട് പ്രതീക്ഷകൾ നിന്റെ മേലുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരുപാട് പ്രതീക്ഷകൾ. അതുപോലെ നീ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതുടനെ എല്ലാവരും അറിയും. മുന്നത്തെ പോലെ അല്ല ഇപ്പോ. എല്ലാ കണ്ണുകളും നിന്റെ മേലേക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേടിക്കാതെ നേരെ ചെന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ നോക്ക്. ബാക്കിയൊക്കെ സെറ്റ് ആവും. എന്തായാലും ലെമാർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ജോൺ വാക്കറിന് ഒരു കോൺഫിഡൻസ് വന്നു. ഇപ്പൊ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ എല്ലാവരും ക്യാപ്റ്റൻ അമേരിക്കയെ വരവേൽക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുവാണ്. അവിടെ ഫാൻസ് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ കാണാൻ വേണ്ടി വെയിറ്റിംഗ്. ജോൺ പോയി എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആർപ്പ് വിളിക്കുന്നു. ഇതിന്റെയൊക്കെ നടുക്കിക്കൂടെ വൈബ്രേനിയം ഷീൽഡും പൊക്കി പിടിച്ച് എല്ലാവരും കൈവീശി കാണിച്ചുകൊണ്ട് ജോൺ വാക്കർ നേരെ ഇന്റർവ്യൂയിലേക്ക് കടക്കുവാണ്. അവൻ വളരെ കോൺഫിഡൻസോടെ തന്നെ എല്ലാവരും നോക്കി പറഞ്ഞു, ഗുഡ് മോർണിംഗ് അമേരിക്ക. എല്ലാവർക്കും പുതിയ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ആക്ച്വലി ഒരാൾ കടന്നു വന്ന് ഒരു പദവി ഏറ്റെടുത്ത് അയാൾ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയിട്ട് വേണം അയാളുടെ ഫാൻസ് ആവാൻ. പക്ഷെ എന്താ ചെയ്യാ, ഒരാളുടെ ലുക്കും ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ട് അയാൾ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെക്കും. പക്ഷെ പിന്നെ ആയിരിക്കും മനസ്സിലാവാ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന്. എന്തായാലും ലെമാറും ജോണിന്റെ വൈഫും ഒക്കെ ഭയങ്കര ഹാപ്പിയാ. അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങി. മിസ്റ്റർ ജോൺ വാക്കർ, ഇനി നമ്മൾ അങ്ങനെ വിളിക്കേണ്ടല്ലോ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ തിരക്കിട്ട വർക്കിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും നിങ്ങൾ പഠിച്ച അതേ ഹൈസ്കൂളാണല്ലോ ഇത്. അതിനിടയ്ക്കാണ് ഒരു ഫാൻ അവിടുന്ന് ജോൺ വാക്കറിന്റെ പേര് ആഞ്ഞു വിളിക്കുന്നത്. ജോൺ അങ്ങോട്ട് നോക്കി കൈ ഉയർത്തി ഒരു ഹായ് കൊടുക്കുവാണ്. അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് വീണ്ടും സന്തോഷമായി. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കയാണല്ലോ കിട്ടിയതെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അപ്പൊ ജോൺ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ക്യാപ്റ്റൻ അമേരിക്ക ആയി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അമേരിക്കയുടെ പുതിയ പ്രതീക്ഷ, അമേരിക്കയുടെ പ്രതീകം, അങ്ങനെയൊക്കെയാണല്ലോ പറയാറ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെൽ, സത്യം പറയുകയാണെങ്കിൽ എനിക്കും ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. ആരും രാജ്യത്തിനേക്കാളും വലുതല്ല. ഇങ്ങനെ ഒരു പദവി ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുമാത്രമല്ല, എന്നെപ്പോലെ ഒരാളെ എങ്ങനെ തെരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെയിറ്റ്, അതെന്താ ജോൺ അങ്ങനെ പറയുന്നത്? നിങ്ങൾ വെറും ഒരാളല്ല. ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പറയാം ജോൺ ശരിക്കും ആരാന്ന്. ജോൺ വാക്കർ അമേരിക്കയുടെ വലിയ ബഹുമതികളായിട്ടുള്ള 3 മെഡലുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരുപാട് മിഷൻസിൽ ഇദ്ദേഹം US മിലിറ്ററിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാൻ എന്നും ജോൺ മുന്നിലുണ്ടായിരുന്നു. തടവിലാക്കപ്പെട്ട ഒരുപാട് പാവങ്ങളെ ജോൺ രക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഗവൺമെന്റ് ജോൺ വാക്കറിന്റെ ബോഡിയെ നന്നായിട്ട് തന്നെ പഠിച്ചു. എല്ലാ അളവുകളും എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ജോൺ വാക്കറിന്റെതെന്നാണ് ഗവൺമെന്റിന് കണ്ടെത്താൻ സാധിച്ചത്. ഇന്റലിജൻസിന്റെ കാര്യമായാലും ശരീരത്തിന്റെ ശക്തിയായാലും സ്പീഡായാലും എന്തെങ്കിലും സഹിക്കാനുള്ള ക്ഷമതയായാലും എല്ലാത്തിലും ജോൺ വാക്കർ മുന്നിലാണ്. ആക്ച്വലി ഞാൻ വലിയ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ നിങ്ങളെ പോലെ തന്നെയാ. ഞാൻ ടോണി സ്റ്റാർക്ക് അല്ല. ഞാൻ ഡോക്ടർ ബ്രൂസ് ബാനർ അല്ല. എനിക്ക് സ്റ്റീവ് റോജേഴ്സിനെ പോലെ സൂപ്പർ സ്ട്രെങ്ത് ഇല്ല. ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. എനിക്കുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. എനിക്കുള്ളത് ധൈര്യമാണ്. ഒരാൾ ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം ധൈര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ചുമതലകൾ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ ഒരിക്കലും തെറ്റായിരിക്കില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. സ്റ്റീവ് റോജേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? അദ്ദേഹത്തിനെ പറ്റി എന്താ അഭിപ്രായമൊന്നോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അദ്ദേഹം ഈ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഏറ്റവും മികച്ച ഹീറോ ആയിരുന്നു. സ്റ്റീവിനെ വീണ്ടും ഐസിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈസ്കൂൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും സ്റ്റീവിനെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ, ഒരു അവെഞ്ചർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹത്തിന്റെ കരിയർ, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാറുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ കാണുന്നു. അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് എന്നും ഒരു ഹീറോ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നല്ലേ? ആക്ച്വലി ഒരു ഹീറോ ആവാനല്ല, എന്റെ ജനങ്ങളെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നാണ് എപ്പോഴും എന്റെ ചിന്ത. സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾക്കൊപ്പം എനിക്കും അദ്ദേഹം പ്രതീക്ഷകൾ തന്നു. എനിക്ക് സ്റ്റീവിനെ ഒരിക്കലും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എനിക്കൊരു സഹോദരന്റെ പോലെയൊക്കെയാണ് സ്റ്റീവിനെ തോന്നാറുള്ളത്. അങ്ങനെ ഇന്റർവ്യൂ തുടർന്നു പോയി. എന്തായാലും ആളുകൾക്ക് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ സംസാരമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ടിവിയിലൂടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബക്കി. അവൻ ഭയങ്കര നിരാശയില്ല. അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സാം ഇങ്ങനെ ഷീൽഡ് എടുത്ത് മ്യൂസിയത്തിന് കൊടുക്കുമെന്നും ഗവൺമെന്റ് പുതിയൊരു ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുവരുമെന്നും. ബക്കിയുടെ
ഉറ്റ സുഹൃത്തായിട്ടുള്ള സ്റ്റീവ് ഉപയോഗിച്ചിരുന്ന ആ ഷീൽഡ് അത് വേറെ ഏതോ ഒരുത്തിനടുത്ത് കൈ പിടിച്ചിരിക്കുമ്പോൾ അവനത് ഒട്ടും സഹിക്കുന്നില്ല. ഈ സമയത്ത് നമ്മളുടെ സാമും ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ കാര്യമായിട്ട് അതിന്റെ പിന്നിൽ ടെൻഷൻ അടിക്കുന്നില്ല. എന്തായാലും അവനത് ഗവൺമെന്റിന് കൊടുത്തല്ലോ, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന് തീരുമാനമാണ്. എന്നാൽ പോലും സാമിന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ സാമും ടോറസും കൂടി എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ആ സമയത്താണ് ബക്കി അങ്ങോട്ട് വരുന്നത്. സീരീസിന്റെ പേര് ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ എന്നാണ്. എന്നിട്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുന്നത്. ബക്കി നല്ല ദേഷ്യത്തില. സാം, നീ ചെയ്തത് വലിയൊരു തെറ്റായി പോയി. നീ ആ ഷീൽഡ് എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഹേയ് ബക്കി, കുറെ നാളായാലോ കണ്ടിട്ട്, നീ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ. നീ അത് മ്യൂസിയത്തിലേക്ക് കൊടുത്തപ്പോ ഇങ്ങനെ പുതിയൊരു ക്യാപ്റ്റനെ കൊണ്ടുവരുന്നു, ആ ഷീൽഡ് എടുത്ത് അവന് കൊടുക്കുന്നു എനിക്ക് അറിയായിരുന്നില്ലേ? ബക്കി, ഞാനിപ്പോ വർക്കില്ല, നമുക്കിത് കഴിഞ്ഞ് സംസാരിക്കാം. നിനക്ക് ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അപ്പൊ പറഞ്ഞോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഏതോ ഒരുത്തൻ സ്റ്റീവിന്റെ ഷീൽഡ് പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോ എനിക്ക് സന്തോഷമാണെന്നാണ് നിന്റെ വിചാരം? ഒരിക്കലും അല്ല, എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ മ്യൂസിയത്തിലേക്ക് കൊടുത്ത ഷീൽഡ് എടുത്ത് അവർ ഇങ്ങനെ ചെയ്യുമെന്ന്. അത് എത്ര പെട്ടെന്ന് അവർ പുതിയൊരു ക്യാപ്റ്റനെ എനിക്ക് കൊണ്ടുവന്നത്. സാം, സ്റ്റീവ് നിനക്ക് ആ ഷീൽഡ് തന്നപ്പോ അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ഞാൻ ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ അമേരിക്കയിലെ എല്ലാ ജനങ്ങളോടും പോയി പറയണോ എനിക്ക് ഷീൽഡ് തിരിച്ചു വേണമെന്ന്? സാം, ആ ഷീൽഡ് ഇങ്ങനെ വെറുതെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ നിനക്ക് ഒരു അവകാശമില്ല. ഹേ മാൻ, ഞാൻ എന്ത് ചെയ്യണ്ടെന്നൊക്കെ നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അതെനിക്കറിയാം. നിനക്കിപ്പോ നിന്റെ ലൈഫ് നീട്ടി കിട്ടിയിരിക്കുക. അത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എല്ലാം കഴിഞ്ഞ് ബക്കി, ഗവൺമെന്റ് എല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാലും ഞാൻ എന്റെ ജോലികൾ ചെയ്യട്ടെ. നിന്റെ ജോലിയോ? എടാ, ഇതിനേക്കാളും വലിയ എന്ത് ജോലി നിനക്ക് ഇപ്പോൾ ഉള്ളത്? ആ ഷീൽഡ് നമുക്ക് തിരിച്ചു വേണം. വെയിറ്റ്, നീ ഇതൊന്ന് നോക്ക്. ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ തീവ്രവാദികളെ പോലെ ആയിക്കൊണ്ടിരിക്കുക. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടോറസ് എന്ന് പറഞ്ഞ ഒരുത്തനെ ഇവൻ ഭയങ്കരമായിട്ട് പരിക്കേൽപ്പിച്ചു. പക്ഷെ എനിക്ക് വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായത് ഇവർ വെറും ആളുകളല്ല, ഇവർ ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രോങ്. ഇവർ സൂപ്പർ സോൾജേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവർ എവിടെയുള്ളതെന്ന് എന്റെ ഡിവൈസ് ആയിട്ടുള്ള റെഡ് വിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോ മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ആക്ച്വലി എനിക്ക് നിന്റെ റെഡ് വിങ് എന്ന് പറയുന്ന ഡിവൈസിൽ വിശ്വാസമില്ല. നീ വിശ്വസിക്കേണ്ട, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. റെഡ് വിങ് കാണിച്ചത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരാ 3 ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും എന്നാണ്. 3 ഗ്രൂപ്പോ? അതെന്താ? ഒരുപക്ഷെ റോബോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏലിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മന്ത്രവാദികളായിരിക്കും. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോയാലും മിക്കവാറും ഈ 3 ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ നീ എന്താ പറയുന്നത്? നീ ഇപ്പോൾ വല്ല കുട്ടിച്ചാത്തനുമായിട്ടാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? കുട്ടിച്ചാത്തനോ? നിനക്കതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയ സിനിമകളും പാട്ടുകളും ഒക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടു. പക്ഷെ നീ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. മന്ത്രവാദികളൊന്നും ഇല്ല ശരിക്കും. ഓ, അപ്പൊ ഡോക്ടർ സ്ട്രേഞ്ച് പിന്നെ ആരാ? ഹേയ്, ഡോക്ടർ സ്ട്രേഞ്ച് അങ്ങനെ ശരിക്കുള്ള മന്ത്രവാദിയൊന്നും അല്ല. പക്ഷെ ആള് ചെയ്യുന്ന മാജിക് തന്നെയാ. നിനക്കത് ശരിക്കും അറിയാത്തോണ്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല കാര്യം. ഞാൻ ഈ കാണിച്ച ആളുകളുണ്ടല്ലോ, ഫ്ലാഗ് സ്മാഷേഴ്സ്, അവരെന്തായാലും മാജീഷ്യൻസ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ നിന്റെ പോലെ തന്നെ സൂപ്പർ സോൾജേഴ്സ് ആണെന്ന്. എന്നാലും ഇനി കളയാൻ സമയമില്ല. ഞാൻ മ്യൂണിക്കിലേക്ക് പോവാണ്. ഈ സമയത്ത് ബക്കിയും സാമിന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്ലെയിനിൽ കയറി ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് എത്തി. ടോറസ് വന്ന് താഴെ ഇറങ്ങാൻ 1 മിനിറ്റ് കൂടി ഉണ്ടെന്ന് പറയുന്നു. ഈ സമയത്ത് സാമും ബക്കിയും കുറച്ചിങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമൊന്നുമല്ല. വേണമെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാം. അപ്പൊ സാം, എന്താ നിന്റെ പ്ലാൻ? സാം തിരിച്ചൊന്നും പറയുന്നില്ല. അടിപൊളി, അപ്പൊ നിനക്ക് പ്ലാൻ ഒന്നും ഇല്ലല്ലേ? സ്റ്റീവിന് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, സ്റ്റീവിനും എനിക്ക് തമ്മിൽ കുറെ കാലമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അവനെന്നെ ബക്കി എന്ന് വിളിക്കാം. നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. നിനക്ക് വേണമെങ്കിൽ താഴെ ഫൈറ്റ് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് സാം പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് പറക്കുവാണ്. ഈ പ്ലെയിൻ ഇവര് വളരെ താഴ്ത്തിയാണ് പറപ്പിക്കുന്നത്. ഇവിടെ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കേന്ദ്രമുണ്ട്. അവിടെ കൊണ്ട് പ്ലെയിൻ ഇറക്കിയ അവർക്ക് ഡൗട്ട് തോന്നും. അതുകൊണ്ട് ഫാൽക്കൺ പറന്നുപോയി. ബക്കിക്ക് നന്നായിട്ട് ഈഗോ അടിച്ചെന്നാണ് തോന്നുന്നത്. ബക്കിക്ക് പറക്കാൻ പറ്റില്ലല്ലോ. അവൻ ടോറസിനോട് പാരഷൂട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ പാരഷൂട്ട് ഇല്ല. സോ ബക്കി എനിക്ക് പാരഷൂട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പ്ലെയിനിൽ ചാടാൻ തീരുമാനിക്കുവാണ്. അല്ല, നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഹൈറ്റിലായി പ്ലെയിൻ പറക്കുന്നത്. നിങ്ങൾ ചാടാൻ പോകുന്ന ഉറപ്പാണോ? ഈ സമയത്ത് താഴേക്ക് നോക്കിയപ്പോ ബക്കിക്കും ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. കാരണം ഏകദേശം 200 അടി മുകളിലാണ് പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ ആള് ഇത്രയും ഹൈറ്റിൽ നിന്ന് പ്ലെയിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ബക്കി ഒരു സൂപ്പർ സോൾജർ ആയതുകൊണ്ടും ഒരു കൈ വൈബ്രേനിയത്തിന്റെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ ഇത്രയും കോൺഫിഡൻസ്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലെ വളരെ മുകളിൽ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റീവ് റോജേഴ്സും പ്ലെയിനിൽ നിന്ന് നേരെ എടുത്ത് ചാടുന്നുണ്ട്. അതും പാരഷൂട്ട് ഒന്നും ഇല്ലാതെ. പക്ഷെ അത് കടലിലേക്കായിരുന്നു. ഇവിടെ ബക്കിയും അതുപോലെ ഒരു കാര്യം ചെയ്യുവാണ്. പക്ഷെ അടിയിൽ ഒരു കാട് പോലത്തെ സ്ഥലമാണ്. കുറെ പേര് പറയാറുണ്ട് ശരിക്കും അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആവേണ്ടതും സ്റ്റീവ് ഷീൽഡ് കൊടുക്കേണ്ടിയിരുന്നതും ബക്കിക്കാണെന്ന്. ആക്ച്വലി എനിക്കും അങ്ങനെ തോന്നാറൊക്കെ ഉണ്ട്. പക്ഷെ ബക്കിയുടെ ഈ തലയുടെ ഉള്ളിലുള്ള പ്രശ്നം ഉണ്ടല്ലോ, അതൊരു വലിയ പ്രശ്നം തന്നെ. അവൻ പണ്ട് വിന്റർ സോൾജർ ആയിരുന്നപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ലോകം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പിന്നെ സ്റ്റീവിന്റെ തീരുമാനവും അത് സാമിന് കൊടുക്കാനായിരുന്നല്ലോ. അപ്പൊ ആ തീരുമാനം തെറ്റാൻ വഴിയില്ല. എന്തായാലും ഈഗോ അടിച്ചിട്ടാന്ന് തോന്നുന്നു ബക്കി നേരെ പ്ലെയിനിൽ നിർത്തി ഒറ്റച്ചാട്ടം. ഇവന് വട്ടാണോടാന്നാണ് ടോറസ് വിചാരിക്കുന്നത്. ബക്കി നേരെ താഴേക്ക് വീഴുവാണ്. എന്നിട്ട് ചെറിയ മരത്തിന്റെ കൊമ്പിലൊക്കെ തട്ടി തടഞ്ഞ് നിലത്തേക്ക് വന്നങ്ങോട്ട് വീണു. ബക്കി ഒരു സൂപ്പർ സോൾജർ ആയതുകൊണ്ട് മാത്രം അവന് കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. ഈ സമയത്താണ് നമ്മളുടെ സാമിന്റെ റെഡ് വിങ് അങ്ങോട്ട് വരുന്നത്. അതിക്കൂടെ സാം ബക്കിയോട് സംസാരിക്കുന്നുണ്ട്. ഹേയ്
ബക്കി നീ ചാടിയതും വീണതും ഒക്കെ ഞാൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അയച്ചു തരാം. ഇടയ്ക്ക് ഇരുന്ന് കണ്ടു നോക്ക്. നല്ല കോമഡി ആയിട്ടുണ്ട്. നീ ഇപ്പൊ ഈ സാധനം എന്റെ മുഖത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ ഞാനത് പൊട്ടിച്ചു കളയും. ഹോ മാൻ, ഒന്ന് കൂളാവ്. ഒരു കാര്യം ചെയ്യും, വടക്ക് ദിശയിലേക്ക് നോക്കി നടന്നോ, ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ബക്കി നടക്കാൻ തുടങ്ങി. ഇപ്പൊ ബക്കിയും സാമും കൂടി ഒരു പഴയ കെട്ടിടത്തിലേക്ക് എത്തി. റെഡ് വിങ്ങിന്റെ സഹായത്തോടെ ഫ്ലാഗ് സ്മാഷേഴ്സ് എവിടെയുള്ളതെന്ന് സാം കണ്ടുപിടിക്കുന്നു. ബക്കിയാണെങ്കിൽ ഇങ്ങനെ ചുറ്റും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് വരുന്നതാണ് ബക്കി വിചാരിക്കുന്നത്. ബക്കി എനിക്ക് തോന്നുന്നത് ഇവർ ആയുധങ്ങളാണ് കടത്തിക്കൊണ്ട് പോകുന്നതെന്ന്. ഓക്കെ, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. ഇതിപ്പോ കണ്ടുപിടിക്കാൻ ഒരു വഴിയല്ലേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഏയ് മാൻ, എന്ത് കാര്യത്തിനും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോവല്ലേ, നമ്മൾ കൊലയാളികളൊന്നും അല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞപ്പോ ബക്കിക്ക് ദേഷ്യം വന്നു. അതായത് അവൻ പണ്ട് വിന്റർ സോൾജർ ആയിരുന്നല്ലോ, ഒരു കൊലയാളി. സോ അതിനെപ്പറ്റി ഇങ്ങനെ വീണ്ടും കേൾക്കുമ്പോ അവനകത്ത് ഇഷ്ടപ്പെടാറില്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ അങ്ങോട്ട് പോവാ. ഹേ കമോൺ മാൻ, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. നമുക്ക് ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാൻ. ബക്കി ഇപ്പോ വളരെ ശ്രദ്ധിച്ച് കാലൊന്നും അനക്കാതെ, അതായത് ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സാമിന് ഇടയ്ക്കിടയ്ക്ക് ബക്കി ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ബക്കി ഇങ്ങനെ നടക്കുന്നത്? കുറച്ചുനാൾ വൊക്കാൻഡി കഴിഞ്ഞപ്പോഴേക്കും നീ അവരുടെ ടെക്നിക്കൊക്കെ പഠിച്ചെടുത്തോ? വൊക്കാൻഡിയിലെ ഹീറോസിനെ ബ്ലാക്ക് പാന്തർ എന്നല്ല വിളിക്കാറ്. നീ ഒരു വെള്ളക്കാരനായിട്ട് അങ്ങോട്ട് ചെന്നു. നിന്നെ ഒരു വൈറ്റ് ടൈഗർ എന്നാണ് വിളിക്കാറ്. നോ സാം, ആക്ച്വലി എന്നെ ഒരു വൈറ്റ് വോൾഫ് എന്നാണ് വിളിക്കാറ്. ഇങ്ങനെയാണ് ബക്കി പറയുന്നത്. അപ്പൊ ബക്കിക്ക് അവര് വൈറ്റ് വോൾഫ് അല്ലെങ്കിൽ വെളുത്ത ചെന്നായ എന്നുള്ള പേര് വല്ലതും കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും വിളിപ്പേരായിരിക്കും. ഇതിന് കോമിക്സുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെ ബക്കി പതുക്കെ നടക്കുന്നു. സാം ബക്കിയെ ചെറുതായി ചൂടാക്കിക്കൊണ്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. ഇവരിപ്പോ ദൂരെ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. സോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡിവൈസ് സാം ബക്കിയുടെ ചെവി വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ സാം, ഞാനിവിടെ ഉള്ളിലെത്തി. എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട്. നീ പറ്റുന്ന പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ബക്കി അങ്ങനെ പറയുമ്പോഴേക്കും സാം ബക്കിയുടെ അടുത്തേക്ക് പറന്നു വരുവാണ്. അതും വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ. ഇത് കണ്ട് ബക്കി പോലും ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇവൻ ഇങ്ങോട്ട് വന്നു. എന്തായാലും ബക്കി പോയി അവരെ അറ്റാക്ക് ചെയ്യാൻ പോവാന്ന് പറയുന്നു. പക്ഷെ സാം പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്തെന്നാണ് പറയുന്നത്. എനിക്കൊരു വൈബ്രേനിയം കൈയുണ്ട്, എനിക്ക് അവരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റും. ഓ, എന്നാൽ എനിക്ക് പറക്കാനും പറ്റും. എന്നെ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റും. അതൊന്നും വലിയ വിഷയമല്ല. കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരെങ്ങോട്ടാ പോകുന്നത്, എന്ത് ചെയ്യുന്നു, ഇവരുടെ കൂടെ ആരൊക്കെയോ ഉള്ളത്, ഇവരുടെ കേന്ദ്രം എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കണം. ഇവരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് രണ്ടുപേരെ കാണാൻ പറ്റുന്നുണ്ട്. നിനക്ക് രണ്ടുപേരെ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഞാൻ റെഡ് വിങ്ങിനോട് ചോദിച്ചു നോക്കട്ടെ, അവൻ എത്ര പേരെ കാണാൻ പറ്റുന്നുണ്ടെന്ന്. അങ്ങനെ സാം റെഡ് വിങ് കൂടെ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടെ മൊത്തം 8 പേരോളം ഉണ്ട്. അവര് വലിയ വലിയ സാധനങ്ങൾ പൊക്കി പിടിച്ചു വരുന്ന കാണുമ്പോൾ ശരിക്കും അവര് നല്ല സ്ട്രോങ് ആണ് ബക്കിക്ക് മനസ്സിലായി. ഈ സമയത്ത് ഇവരുടെ സൗണ്ട് കേട്ട് ആളുകൾ ചെറുതായിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒളിച്ചിരുന്നു. ഈ സമയത്ത് അവരൊക്കെ മോഷ്ടിച്ച സാധനങ്ങളും കൊണ്ട് ട്രക്കിൽ കയറി പോവുക. സാം എക്സ്റേ വിഷൻ കൊണ്ട് അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ട്രക്കിന്റെ ഉള്ളില് ജീവനുള്ള ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫ്ലാഗ് സ്മാഷേഴ്സ് തട്ടിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇനി സമയം കളയണ്ടെന്ന് വിചാരിച്ച് ബക്കി നേരെ ട്രക്കിന്റെ പിന്നാലെ ഓടുകയാണ്. ഇനിയിപ്പോ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് സാമിനും തോന്നി. അവനും കൂടെ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ വണ്ടികളുടെ പിന്നാലെയൊക്കെ നല്ല സ്പീഡിൽ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സോൾജർ ആയിട്ടുള്ള ബക്കിയും ഒടുക്കത്തെ സ്പീഡിലാണ് ട്രക്കിന്റെ പിന്നാലെ ഓടി വരുന്നത്. അവൻ ഓടി വന്ന് ട്രക്കിൽ പിടിച്ചു കയറി. എന്നിട്ട് അത് തുറന്നു. ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ട്രക്കിലേക്കാണ് ബക്കി വന്ന് കയറുന്നത്. കയറി കഴിഞ്ഞപ്പോഴാണ് ബക്കി പറയുന്നത്, ഇത് ആയുധങ്ങളൊന്നുമല്ല, ഇത് വാക്സിനുകളാണ്. സോ അതെന്തിനായിരിക്കും? ഈ ഫ്ലാഗ് സ്മാഷേഴ്സ് ശരിക്കും അത്ര മോശ ആളുകളൊന്നും അല്ല. മാഞ്ഞുപോയ പകുതി പേര് തിരിച്ചു വന്നപ്പോ കുറെ പേർക്ക് മെഡിസിൻ ഒന്നും ഇല്ല, ഗവൺമെന്റ് അവരെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വാക്സിൻ ഒക്കെ എത്തിച്ചു കൊടുക്കുകയാണ് ഈ ഫ്ലാഗ് സ്മാഷേഴ്സ് ചെയ്യുന്നത്. അത് മോഷ്ടിച്ചുകൊണ്ടാണ്, ഇല്ലീഗലായിട്ടാണ്. അതുകൊണ്ടാണ് അവർ കുറ്റക്കാരായി മാറുന്നത്. ഈ സമയത്താണ് ഒരു പെൺകുട്ടി പേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. ബക്കിക്ക് മനസ്സിലായി ഇത് ഫ്ലാഗ് സ്മാഷേഴ്സ് തട്ടിക്കൊണ്ടു പോകുന്ന ആ കുട്ടിയാണെന്ന്. ഹേയ്, ഞാനിവിടെ ആളൊന്നും അല്ല കേട്ടോ, പേടിക്കണ്ട. എന്തായാലും ആളെ കണ്ടുകിട്ടിയിട്ടുണ്ടെന്ന് ബക്കി സാമിനോട് പറയുന്നു. ഈ സമയത്താണ് പെൺകുട്ടി ബക്കിയെ നോക്കി ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നത്. നീ പെട്രാ മോനെ എന്നുള്ള രീതിയിൽ. ബക്കിയും ചിരിക്കുന്നുണ്ട്. ബക്കി വിചാരിച്ചു അവളെ രക്ഷപ്പെടുത്താൻ വന്ന ആളായതുകൊണ്ട് ചിരിക്കുന്നതായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവൾ നേരെ വന്ന് ബക്കി ഒരു ഒറ്റ ചവിട്ട്. ബക്കി നേരെ തെറിച്ചുപോയി പിന്നീ വരുന്ന ട്രക്കിൽ പോയി ഇടിച്ചിരിക്കുവാണ്. അവൻ വൈബ്രേനിയം കൈകൊണ്ട് അതിൽ തൂങ്ങി പിടിച്ചു. അപ്പോഴാണ് ആ പെണ്ണ് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ഒരു മാസ്ക് എടുത്തിടുന്നത്. അവളും ആ ഗ്രൂപ്പിൽ പെട്ട ആള് തന്നെയാ. ബക്കിയെ വരെ ചവിട്ടി തെറിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവളും സൂപ്പർ സോൾജർ ആണ്. പുറത്തേക്ക് വരുന്ന രണ്ടുപേര് ബക്കിയെ പിടിച്ചു വെക്കുവാണ്. ഈ സമയത്ത് ആ പെണ്ണ് മുകളിലേക്ക് വന്ന് ബക്കിയെ ഇടിക്കുന്നുണ്ട്. ബക്കിയും സൂപ്പർ സോൾജർ ആണ്, ഇവരും സൂപ്പർ സോൾജേഴ്സ് ആണ്. അതുകൊണ്ടാണ് ബക്കിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ സമയത്ത് സാമിന്റെ റെഡ് വിങ് അങ്ങോട്ട് വരുക. എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ആ പെണ്ണ് റെഡ് വിങ്ങിനെയും പിടിച്ചെടുത്ത് 2 പീസായിട്ട് ഒടിച്ചു കളഞ്ഞു. ഇത് കണ്ട് ബക്കിക്ക് സന്തോഷമായി. ഓ വെരി ഗുഡ്, ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബക്കിയുടെ മുഖത്തിട്ട് വീണ്ടും കിട്ടി വരണം. ഈ സമയത്താണ് സാം അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. പിന്നെ അവിടെ നടക്കുന്നത് ഒരു അടിപൊളി ഫൈറ്റാ. പക്ഷെ ബക്കിയും സാമും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സൂപ്പർ സോൾജേഴ്സ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിന്റെ മുകളിൽ വെച്ചാണ് ഫൈറ്റ്. ആ സമയത്താണ് ഒരു ഫ്ലാഗ് സ്മാഷറിന്റെ മേലേക്ക് വൈബ്രേനിയം ഷീൽഡ് വന്നിരിക്കുന്നത്. അത് നമ്മളുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായിരുന്നു, ജോൺ വാക്കർ. ജോൺ വാക്കറും അവന്റെ വലങ്കൈയായിട്ടുള്ള ലെമാറും കൂടിയാണ് വന്നിരിക്കുന്നത്. അവർ ഹെലികോപ്റ്റർ വന്ന് അങ്ങോട്ട് ഇറങ്ങി. ഹേയ് സാം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഐ ആം ജോൺ വാക്കർ, പുതിയ ക്യാപ്റ്റൻ അമേരിക്ക. ഞാൻ ലെമർ ഹോപ്കിൻസ്, ക്യാപ്റ്റൻ അമേരിക്കയുടെ അസിസ്റ്റന്റാ. നിങ്ങൾക്ക് ഇപ്പൊ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.
വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ ആൾക്കാർ വരുമ്പോ ജോൺ ഷീൽഡ് എടുത്ത് എറിയുന്നുണ്ട്. ഒരവസരത്തിൽ ബക്കി ആ ഷീൽഡ് പിടിച്ചെടുത്ത് ജോണിന് തന്നെ തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫൈറ്റിനിടയ്ക്ക് താഴേക്ക് വീഴുന്ന ബക്കി അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വൈബ്രേനിയം കൈവച്ച് റോഡിലൊക്കെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് ട്രക്ക് നിർത്താനാണോ ബക്കി വിചാരിക്കുന്നതെന്ന് അറിയില്ല. സാം ബക്കിയുടെ കൂടെ പറന്ന് ഹെൽപ്പ് വല്ലതും വേണോ മോനെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടിട്ടുണ്ടായ ഈഗോ കാരണമായിരിക്കും ബക്കി ഇങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബക്കിക്കും സാമിനും നല്ല ഈഗോ ഉണ്ട്. ഈ സമയത്ത് മുകളിൽ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക അസിസ്റ്റന്റ് ലെമാറിന്റെ കൂടെ ചേർന്ന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ലെമാറിനെ കുറച്ചുപേര് പിടിച്ചു വെക്കുക. അപ്പോഴാണ് പുതിയൊരു സംഭവം നമ്മൾ കാണുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ് സ്യൂട്ടും ഷീൽഡും പിടിച്ച് വന്നവൻ തോക്കെടുത്ത് വെടിവെക്കാൻ പോവാണ്. നമ്മളുടെ സ്റ്റീവ് റോജേഴ്സ് വല്ല കാലത്തും അറിയാതെ ഒരു തോക്കെടുത്ത് ഉപയോഗിച്ചാലായി. പക്ഷെ ഈ പുള്ളിയാണെങ്കിലോ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഒരു തെറ്റൊന്നുമല്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. ലെമാറിനെ രക്ഷിക്കാൻ വേണ്ടി ജോൺ വെടിവെക്കുമ്പോ ഒരു സൂപ്പർ സോൾജറിന്റെ മേലെ അത് കൊള്ളുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ പെണ്ണ് ജോണിനെ അടിച്ചിട്ടു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ജോൺ വാക്കർ ഒരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും, അല്ലാതെ സൂപ്പർ സോൾജർ ഒന്നും അല്ല. ഈ സമയത്ത് ബക്കിയെ രക്ഷിക്കാൻ വേണ്ടി സാം അവനെയും പിടിച്ച് ട്രക്കിന്റെ അടിയിൽ കൂടെ നേരെ അപ്പുറത്തേക്ക് പറക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉരുണ്ടു മറിഞ്ഞ് ഒരു സ്ഥലത്ത് എന്ന് വീണു. സാം അവൻ ആ ഷീൽഡ് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പോലും അറിയില്ല. അവനാണോ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക? അതെന്തെങ്കിലും ആട്ടെ, നീ ആദ്യം എന്റെ മേലെ നിന്ന് എണീച്ച് മാറ്. സാം, ഫ്ലാഗ് സ്മാഷേഴ്സ് അവര് സൂപ്പർ സോൾജേഴ്സാ, എനിക്ക് ഉറപ്പാ. അടിപൊളി. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്. അതിപ്പോ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. പിന്നെ നിന്നെ ഞാൻ ആ ട്രക്കിന്റെ അടിയിൽ നിന്ന് രക്ഷിച്ചേ. താങ്ക്സ് ഒന്നും പറയണ്ട, ഓർമ്മയെ വെച്ചാൽ മതി. നിന്നെ ചെറുകവര് പിടിച്ച് ഒടിക്കാൻ പോയപ്പോ നിന്നെ ഞാനും രക്ഷിച്ചു. അതുകൊണ്ട് വലിയ വർത്താനൊന്നും വേണ്ട. ഈ സമയത്ത് ലെമാറിനെയും ജോണിനെയും ഫ്ലാഗ് സ്മാഷേഴ്സ് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ജോണും തോറ്റു കൊടുക്കാൻ തയ്യാറൊന്നുമല്ല. നേരത്തെ വീഴാൻ പോയിട്ടും അവൻ തിരിച്ചു പിടിച്ചു കയറി വരുന്നുണ്ട്. ആ സമയത്താണ് ലെമാറിനെ ഫ്ലാഗ് സ്മാഷേഴ്സ് എടുത്ത് പുറത്തേക്ക് എറിയുന്നത്. അവൻ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ജോൺ അവന്റെ അടിഭാഗത്തേക്ക് ഷീൽഡ് എറിഞ്ഞു കൊടുക്കുവാണ്. സോ ലെമാർ താഴെ വീണ് ഒരഞ്ഞു പോയില്ല, ഷീൽഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ജോൺ നേരെ ഫ്ലാഗ് സ്മാഷർ പെണ്ണിന്റെ നിലയ്ക്ക് തിരിയുവാണ്. നീ എന്റെ ഫ്രണ്ടിനോട് ചെയ്തത് വളരെ മോശമായി പോയി, നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് ജോൺ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുവാണ്. അവൾ ഒരു കൈ കൊണ്ട് അവനെ തടഞ്ഞ് ഒരൊറ്റ ഇടിക്ക് ജോണിനെ ട്രക്കിൽ നിന്ന് പിന്നിലേക്ക് തെറിപ്പിക്കുവാണ്. അവൻ നേരെ ചെന്ന് ഒരു കാറിന്റെ ചില്ലി ചെന്ന് ഇടിച്ച് താഴെ വീണു. ജോണിന് മനസ്സിലായി ഇവർ സാധാരണക്കാരല്ലെന്ന്. അവന് ദേഷ്യം വരുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയായി പോയ ആദ്യത്തെ മിഷൻ അത് തന്നെ ഇങ്ങനെയായി. എപ്പിസോഡ് 1 പാർട്ട് 2 നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. നാളെ രാത്രി 7 മണിക്ക്. അതും 20 മിനിറ്റ് ഉണ്ടാവും. എല്ലാ സീനുകളും കാണിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു എപ്പിസോഡ് അങ്ങനെ തന്നെ ഒറ്റ പാർട്ടായിട്ട് ഇടുമ്പോൾ അത് യൂട്യൂബ് സമ്മതിക്കാറില്ല. കോപ്പറേറ്റ് വന്ന് ബ്ലോക്ക് ആവാറുണ്ട്. പാർട്ടാക്കി ഇടുകയാണെങ്കിൽ കുറെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.